ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ്. നമ്മൾ ഈവനിങ് 4 മണി തൊട്ട് നൈറ്റ് ഒരു 10 മണി വരെയുള്ള ഒരു ഷോർട്ട് വീഡിയോസാണ്. അതിൽ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് 4 മണിക്ക് തന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറും. അപ്പോൾ ഇന്ന് എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കപ്പ വാങ്ങിക്കും, എന്തെങ്കിലുമൊക്കെ ഈവനിങ് ചായക്ക് നമ്മൾ ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഇന്ന് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ ഒന്ന് നമ്മൾ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കൂടെ തന്നെ നമുക്ക് ചായയും കൂടി വെക്കണം. മോൻ 4:45 വീടെത്താൻ. സോ അപ്പോൾ ആ ടൈം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചായയൊക്കെ വെക്കുന്നത്. കാരണം അവൻ വന്നാൽ അവനും കുടിക്കാമല്ലോ, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചായ കുടിക്കാറ്. അപ്പോൾ ഞാൻ 4 മണിക്ക് തന്നെ കിച്ചണിൽ കയറി വേഗം കപ്പയൊക്കെ ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഉള്ളിയൊക്കെ അരിഞ്ഞ് വേഗം തന്നെ കപ്പയൊന്ന് താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായയും കൂടി വെച്ചാൽ ടൈമിങ് കറക്റ്റായിരിക്കും. അപ്പോൾ മോൻ വരുന്നതിനുള്ളിൽ കിച്ചണിൻ്റെ പണിയൊക്കെ തീർത്തിട്ട് പിന്നെ അവൻ വരുന്നതും കാത്ത് ഞാൻ എപ്പോഴും സിറ്റ് ഔട്ടിൽ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. അതങ്ങനെയാണല്ലോ, മോൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് മുമ്പിലിരിക്കുന്നത്, അതൊരു സുഖം വേറെ തന്നെയാണ്. എപ്പോഴാണ് വരിക പറഞ്ഞാൽ അങ്ങനെ കാത്തിരിക്കും. ഏകദേശം 4:15 തൊട്ട് ഞാനവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. മോൻ വരാനായി ഫോണിൽ നമ്മൾ ആപ്പിലും നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുകയായിരിക്കും. സോ അപ്പോൾ ഞാൻ എന്താ വേഗം കപ്പയൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. മോൻ കപ്പ ചിലപ്പോൾ താളിച്ചാൽ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ താളിക്കുന്ന മുമ്പ് കുറച്ച് മാറ്റി വെച്ച് എന്നിട്ട് കപ്പ ഞാൻ നന്നായിട്ട് നമ്മുടെ ഇത് വെച്ചിട്ട് ഉടച്ചു കൊടുക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് മറ്റേ അമേരിക്കൻ ഫൂഫു ആണല്ലോ. ഫൂഫു പോലെ നമ്മൾ ഉടച്ചില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ അത് കഴിക്കാനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. വലിയ വലിയ പീസല്ലാണ്ട് ചെറുതായിട്ട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ വേഗം തന്നെ കപ്പയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായയും കൂടി വെച്ചെടുക്കാതെ ഇവിടെ എല്ലാവർക്കും അവരുടേതായ ഗ്ലാസ്സുകളുണ്ട്. എനിക്ക് എൻ്റെ, മോൻക്കും മോൻ്റെ, പിന്നെ ഉമ്മാക്കും പാപ്പാക്കും വേറെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അവരവരുടെ ഗ്ലാസ്സിലേക്ക് അവരവരുടെ ചായ ഒക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ആറ്റിയെടുത്ത്, അവർക്കൊന്നും പിന്നെ ഷുഗർ ആഡ് ചെയ്യില്ല, പിന്നെ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നമുക്ക് ചായ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ രണ്ടുപേരുടെ ചായ കൊണ്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ മോളെ വാങ്ങിച്ചിട്ട് വരും. മോളതുവരെ ഉമ്മയുടെ കയ്യിലായിരിക്കും. പിന്നെ മോളെ വാങ്ങിച്ചിട്ട് വന്നതിന് ശേഷം അവൾക്ക് ചെറുതായിട്ട് കപ്പയൊന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് കപ്പയും എടുത്ത് കണ്ട് നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കും. അവൾ കഴിക്കൊന്നുമില്ല, ജസ്റ്റ് ടേസ്റ്റൊക്കെ അറിയിപ്പിക്കണമല്ലോ. സോ അതൊക്കെ കൊടുത്ത് നമ്മൾ മോന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. മോർണിംഗ് മക്കളുടെ തുണി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉണങ്ങി ഇതൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ മോൻ്റെ യൂണിഫോമും മോളുടെ തുണിയൊക്കെ പിന്നെ നോർമലി കയ്യിലാണ് വാഷ് ചെയ്യാറ്. ബാക്കിയുള്ളതൊക്കെ മെഷീനിലിട്ടാലും ഇതൊക്കെ കയ്യിലാണ് വാഷ് ചെയ്യും. അപ്പോൾ അതും കൂടി വേഗം പോയി എടുത്തിട്ട് വന്ന് വെച്ചിട്ട് മോൻ വരാനുള്ള ടൈമായി. അപ്പോൾ മോനുള്ള ഡ്രസ് ചേഞ്ചിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരും. എപ്പോഴും അവനെ ഞാൻ പുറത്ത് വെച്ചിട്ട് തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റാറ്. സോ അങ്ങനെ ബസ് വരാൻ സമയമായി, 4:45. അപ്പോൾ ഞാൻ പോയി റോഡ് ക്രോസ് ചെയ്ത് അവിടെ ബസ് ടേണിങ്ങിൽ കണ്ട അപ്പോൾ തന്നെ ഞാൻ പോയി ക്രോസ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ മോൻ വന്നു. ബസ്സിൽ നിന്ന് അവനെ ഇറക്കി പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവൻ വന്നത് തന്നെ ഇറങ്ങിയത് തന്നെ ഒരു കാര്യം പറയണ്ട, അമ്മ എനിക്കൊരു സാധനം കിട്ടിയമാവ് പറഞ്ഞിട്ടാണ് വരുന്നത്. അവന് എന്തോ ഒരു കോമ്പറ്റീഷനിലുണ്ടായിരുന്നു, പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സർട്ടിഫിക്കറ്റ്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന പാടെ തന്നെ ഉമ്മാനെ കൊണ്ടും പാപ്പാനെ കൊണ്ടൊക്കെ പോയി അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി, ആദ്യം വന്ന് അതെല്ലാവരോടും കാണിച്ചു കൊടുക്കാറായിരുന്നു അവൻ പതിവ്. അപ്പോൾ അതെല്ലാവരോടും കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിന് ശേഷം തന്നെ അവനെ വേഗം ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ അവന് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പുറത്തിരിക്കും. പിന്നെ ഞാൻ നാളെ ലഞ്ചിനുള്ളതും കൂടി റെഡിയാക്കിക്കൊണ്ടിരിക്കുക സമയമുള്ള സമയത്ത്. പിന്നെ നമുക്ക് വീട്ടിൽ കറിവേപ്പില സ്റ്റോക്ക് കഴിഞ്ഞു. ഞാൻ എപ്പോഴും പിടുങ്ങി കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. എപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോൾ പോയിട്ട് ചെടിയിൽ നിന്ന് പറിക്കാൻ പറ്റില്ലല്ലോ. സോ അത് ഒരു ബോക്സിലാക്കി എപ്പോഴും വെക്കും. അപ്പോൾ അതിൻ്റെ സാധനം കഴിഞ്ഞപ്പോൾ ഞാൻ തൊടിയിൽ പോയിട്ട് കുറച്ച് കറിവേപ്പില ഫ്രഷായിട്ടൊന്ന് പറിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ബോക്സിലാക്കി വയ്ക്കും. ഏകദേശം ആക്കി വെച്ച ഒരു 10 ദിവസം 15 ദിവസത്തിനുള്ളതൊക്കെ ഞാൻ ഒന്നിച്ചാക്കി വെക്കാറാണ്. അത് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ച് അത് ഫ്രഷായിട്ട് പിന്നെ ഒരുപാട് ദിവസം ഇരുന്നോളും. അങ്ങനെ ഉണങ്ങിപ്പോകുന്നില്ല. നമ്മൾ അടച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ ഉണങ്ങിപ്പോവും, ഇല്ലെങ്കിൽ വാടിപ്പോവും. എല്ലാതെ ഇരുന്നെങ്കിൽ ഫ്രഷായിട്ടുണ്ടാവും. നമ്മൾ തീരുന്നതനുസരിച്ച് നമ്മൾ തൊടിയിലുള്ളത് കൊണ്ട് തന്നെ തൊടിയിൽ നിന്ന് തന്നെയാണ് എപ്പോഴും പറിച്ച് വയ്ക്കാറ്. പിന്നെ ഒരുപാട് കറിവേപ്പില നല്ലതല്ലേ, അപ്പോൾ ഒരുപാട് തന്നെ ഞാൻ എല്ലാത്തിലും താളിക്കാനൊക്കെ ഒരുപാട് ഇടും. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് നമ്മൾ ബോക്സിലാക്കിയിട്ട് ഒന്ന്
നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് പിന്നെ എടുത്ത് വയ്ക്കുക. ഞാൻ കൂടെ തന്നെ നാളെ ലഞ്ചിനുള്ള അവരെയും കൂടി അറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊന്ന് കൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മളത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം പിന്നെ നമ്മൾ കുട്ടിക്ക് നമ്മൾ രാത്രിക്കുള്ള കുറുക്ക് റെഡിയാക്കി കൊടുക്കണ്ടേ. അത് ഏകദേശം ഞാനൊരു 6:30 അവൾക്ക് ഭക്ഷണം കൊടുക്കും, രാത്രിയിലത്തെ ഭക്ഷണം. അത് കൊടുത്ത ശേഷം ആളൊരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീക്കും. സോ വേഗം തന്നെ പിന്നെ അവളുടെ പരിപാടി അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ 6 മണിക്ക് വന്ന് ഞാൻ കുറുക്കുണ്ടാക്കും. അപ്പോൾ നേരത്തെ തന്നെ എല്ലാം ഒന്ന് ചെയ്ത് വെക്കും. കുറുക്കുണ്ടാക്കിയിട്ട് നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ട് പോവാറാണ്. ചൂട് വെച്ചിട്ട് അങ്ങനെ ചൂട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം മോളെ എടുത്തിട്ട് അവൾ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ എടുത്തിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ അന്ന് നടക്കും. പിന്നെ മോൻ്റെ കളിയായിരിക്കും. എന്തൊക്കെ കളിക്കാൻ പാടില്ല ആ കളിയൊക്കെ അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനേറെ വേറെ വാശിയും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഗേറ്റിലൊക്കെ കയറി നിന്നിട്ട് അവിടെ കെട്ടി വെച്ചിട്ടാണ് അവൻ്റെയൊക്കെ കളി. സോ അവനെ കുറച്ച് നേരം നോക്കി, മോളൊക്കെ നോക്കി, രണ്ടുപേരെയും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര പറഞ്ഞാലും മോൻ അനുസരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം പോയി അവളുടെ കുറുക്കൊക്കെ റെഡി ആവണ്ടെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കുറുക്കൊക്കെ കൊടുത്ത് അവളെ ഒന്ന് ഉറക്കി. അതിനുശേഷം പിന്നെ നമ്മൾ മഗ്‌രിബായി നമ്മൾ നിസ്കാരം ഓതലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് രാത്രി കിച്ചണിൽ വേറെ പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ വർക്കൊന്നുമില്ല. ഞാനും മോനും ഉച്ചയ്ക്ക് വെക്കുന്ന ചോറ് തന്നെയാണ് കഴിക്കാറ്. ഞങ്ങൾക്ക് ചോറ് തന്നെ നിർബന്ധമാണ് രാത്രിക്ക്. ഉമ്മാക്കും വാപ്പാക്കും അവർ ഡയബറ്റിക് ആയതുകൊണ്ട് അവർ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും അവർ രണ്ടുപേരും ഉണ്ടാക്കി കഴിച്ചോളും. അപ്പോൾ നമുക്ക് കിച്ചണിൽ രാത്രി കുക്കിംഗ് പറഞ്ഞിട്ട് പണിയൊന്നുമില്ല. രാത്രി കിച്ചണിലെന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ രാത്രി പണി. അതൊരു 10-15 മണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഓയിൽ പാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകി വയ്ക്കും. ഞാൻ വേറെ പാത്രങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓയിൽ ഒഴിക്കാൻ ശരിയായിട്ട് തോന്നിയില്ല. അവസാനം ഒരു വെള്ളത്തിൻ്റെ ജഗ് എടുത്തിട്ട് അതിലാണ് ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് വയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നിറയ്ക്കാനും ഒഴിക്കാനൊക്കെ എളുപ്പമാണ്. വേറെ ബോട്ടിൽസൊക്കെ വാങ്ങി ഒക്കെ സൈഡിൽ കൂടി ഒഴുത് പോകുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കഴുകി വയ്ക്കും. അപ്പോൾ എല്ലാം കഴുകി പിന്നെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കണം. ഇല്ലെങ്കിൽ നാളെ കാലത്ത് എണീറ്റാൽ നമുക്ക് സമയം കറക്റ്റായിട്ടുണ്ടാവില്ല. എക്സാക്റ്റ് 1 ഹവറാണല്ലോ എനിക്ക് കിച്ചണിലെ സമയം. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് മൊത്തം ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുത്ത് വയ്ക്കും. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഗ്യാസ് ഞാൻ എപ്പോഴും എല്ലായിടത്തൊന്നും വാഷ് ചെയ്യില്ല, പക്ഷേ നമ്മൾ ഡെയിലി കുക്കിംഗ് കഴിഞ്ഞ പാടെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും എൻ്റെ കിച്ചൺ നീറ്റായിരിക്കും. സോ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് പോകും. 8 മണിക്ക് ഞാൻ എക്സാക്റ്റ്ലി കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് മോനെ പഠിപ്പിക്കുന്ന സമയമാണേ. അവന് പിന്നെ എക്സാമൊക്കെ വരാറായില്ല. അല്ലെങ്കിൽ നമ്മൾ 1 ഹവർ അവനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കാറ്. സോ 8 to 9 അവൻ പഠിപ്പിക്കും. അതിനുശേഷം 9 to 10 ഞാൻ മൂന്ന് പേരും കൂടി സംസാരിച്ചും കുറച്ച് നേരം കളിച്ചൊക്കെ ഇരിക്കും. മോൾക്ക് നിർബന്ധമാണ് റൂമിൽ തന്നെ ഇരിക്കണം. ഉമ്മയുടെ കൂടെ ഇരിക്കാനും സമ്മതിക്കില്ല, അവൾ കരയും. അവൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലുമൊക്കെ കളിച്ചോളും. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കളിച്ചിട്ട് രണ്ടുപേരും കൂടി ഒരുപാട് കളിക്കും. കളിയൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ 10 മണിക്ക് ലൈറ്റ് ഓഫ് ആക്കും, ഇല്ലെങ്കിൽ 2 ഉറങ്ങില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.